നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയ പെരുന്നാൾ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത സുന്നത്തായ കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്കത് വിശദമായി ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ചെറിയ പെരുന്നാൾ ദിവസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത്. ഇന്നേ ദിവസം നാം നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് പെരുന്നാളിൻ്റെ കുളിയാണ്. വലിയ സുന്നത്തുള്ള വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന കാര്യമാണ് പെരുന്നാൾ ദിവസത്തെ കുളി എന്ന് പറയുന്നത്. നമ്മൾ പെരുന്നാൾ ദിവസം എല്ലാവരും കുളിക്കാറുണ്ടാകും. പക്ഷേ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളിക്കുന്നു എന്ന നിയ്യത്ത് നമ്മൾ വെക്കാറുണ്ടോ? പലപ്പോഴും അത് നാം ചെയ്യാറുണ്ടാവുകയില്ല. അപ്പോൾ ആ നിയ്യത്ത് വെക്കുമ്പോൾ മാത്രമാണ് ആ പെരുന്നാൾ ദിവസത്തെ ആ കുളിയുടെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാവുക. കുളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ചെറിയ പെരുന്നാൾ ദിവസത്തെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? കുളിക്കുക. അപ്പോൾ അതിൻ്റെ ആ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളിയുടെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നഖം, അതുപോലെ തന്നെ ഗുഹ്യരോമങ്ങൾ, ഇതൊക്കെ നീക്കം ചെയ്യുക എന്നതാണ്. ഇതും സുന്നത്തായ കാര്യങ്ങളാണ്. നമ്മളെന്താവും? മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കും. ഇതൊക്കെ സുന്നത്താണ്. നല്ല വൃത്തിയാകൽ, ശരീരത്തിലെ നഖവും മറ്റു രോമങ്ങളും അഴുക്കുകളൊക്കെ നീക്കി വൃത്തിയാകൽ സുന്നത്താണ് പെരുന്നാൾ ദിവസം. ചെറിയ പെരുന്നാൾ ദിവസം, വലിയ പെരുന്നാൾ ദിവസം ഒക്കെ ഒരുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല പുതിയ വസ്ത്രം ധരിക്കലാണ്. ഏറ്റവും നല്ലത്, ഏറ്റവും പുതിയ, ഏറ്റവും മുന്തിയ വസ്ത്രമാണ് പെരുന്നാൾ ദിവസം നാം ധരിക്കേണ്ടത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കയ്യിൽ ഒരു വെള്ള വസ്ത്രമുണ്ട്, അതിനേക്കാൾ മുന്തിയ ഒരു കളർ വസ്ത്രമുണ്ട്, അതിനേക്കാൾ പുതിയ ഒരു കളർ വസ്ത്രമുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും മുന്തിയ കളർ വസ്ത്രമാണ് നമ്മൾ വെള്ളയേക്കാൾ അവിടെ മുൻഗണന നൽകേണ്ടത്. വെള്ളക്ക് അതിൻ്റേതായ ശ്രേഷ്ഠതയുണ്ട്. ഏറ്റവും മുന്തിയ വെള്ള വസ്ത്രമുണ്ടെങ്കിൽ അത് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ധരിക്കണം. വെള്ളയേക്കാൾ മുന്തിയത് കളറാണെങ്കിൽ അവിടെ ഏറ്റവും മുന്തിയതിന് എന്താവണം? നമ്മൾ പരിഗണിക്കണം. ഏറ്റവും പുതിയത് ആ കളർ വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്. അതാണ് സുന്നത്തായ കാര്യം. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം ധരിക്കാൻ മറ്റൊരു വസ്ത്രവും, അതുപോലെ തന്നെ പെരുന്നാൾ ദിവസങ്ങൾ ധരിക്കാൻ വേറെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ല പുതിയ വസ്ത്രം തന്നെ ധരിക്കുക. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പെരുന്നാൾ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സുഗന്ധം ഉപയോഗിക്കുക എന്നത്. സുഗന്ധത്തിന് വേണ്ടി ഒരുപാട് പൈസ, ഒരുപാട് ധനം ഹബീബായ തങ്ങൾ ചിലവാക്കിയിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും. സുഗന്ധം, നല്ല വില കൂടിയ സുഗന്ധം തന്നെ വാങ്ങി നമ്മുടെ സാമ്പത്തികമായ കഴിവിനനുസരിച്ച് എന്ത് ചെയ്യണം? നല്ല സുഗന്ധം വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട, ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് പെരുന്നാൾ നിസ്കാരം. അത് അതിപ്രധാനമാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് 2 പെരുന്നാൾ നിസ്കാരങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പെരുന്നാളും പിന്നെ ചെറിയ പെരുന്നാളുമാണ്. ആ പെരുന്നാൾ നിസ്കാരം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. സ്ത്രീകളാണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് എന്താവണം? അവരവിടെ നിസ്കരിക്കണം. അവർക്ക് വീടാണ് നല്ലത്. അവിടെ അവരുടെ മക്കളെയും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? പെൺമക്കളെയൊക്കെ കൂട്ടി അവിടെ ജമാഅത്തായിട്ട് വീട്ടിൽ നിസ്കരിക്കുക. ആണുങ്ങളാണെങ്കിൽ പള്ളിയിൽ വന്നുകൊണ്ട് അവിടെ ജമാഅത്തിൽ പങ്കെടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെരുന്നാൾ നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ. അതെടുത്ത് കാണുക. പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തക്ബീറാണ്. തക്ബീർ പ്രത്യേകം സുന്നത്തൽ തക്ബീർ ചൊല്ലൽ. തക്ബീർ 2 രീതിയിലാണ്. ഒന്ന് മുഖയ്യദായ തക്ബീറും മറ്റൊന്ന് മുത്തലക്കായ തക്ബീറും. ഈ മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ പിറ കണ്ടത് മുതൽ എല്ലാ സമയത്തും സദാസമയത്തും ചൊല്ലേണ്ട തക്ബീർ. അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അത് പെരുന്നാൾ നിസ്കാരം വരെയാണ് ആ മുഖയ്യദായ തക്ബീറിൻ്റെ സമയമെന്ന് പറയുന്നത്. പിന്നെ മുത്തലക്കായ തക്ബീർ, അത് ബലിപെരുന്നാൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പ്രബലമായ അഭിപ്രായം. അതായത് ബലിപെരുന്നാളിൻ്റെ പിറ കണ്ടത് മുതൽ അയ്യാമു തശ്രീഖിൻ്റെ ആ ദിനം വരെ, ആ അസർ വരെയുള്ള ആ തക്ബീർ, ഓരോ നിസ്കാരങ്ങൾക്കും ഉടനെ ചെല്ലുന്ന ആ തക്ബീർ, അതാണ് മുത്തലക്കായ തക്ബീർ എന്ന് പറയുന്നത്. അത് ബലിപെരുന്നാൾക്ക് മാത്രമേ ഉള്ളൂ സുന്നത്തെന്ന് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അപ്പോൾ തക്ബീർ ധ്വനികൾ പ്രത്യേകം ചൊല്ലൽ, തക്ബീർ ധ്വനികൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമാകൽ, അത് പ്രത്യേകം സുന്നത്താണ്. വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമതായിട്ട് ചെറിയ പെരുന്നാൾക്കാണെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോവുക. അത് സുന്നത്താണ്. കാരണം നമ്മൾ ഇത്രയും ദിവസം 29 30 ദിവസമൊക്കെ എന്താവും? നോമ്പെടുത്തുകൊണ്ടായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി ചെറിയ പെരുന്നാൾ ദിവസം എന്ത് ചെയ്യുക?
രാവിലെ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് പോകൽ പ്രത്യേകം സുന്നത്തുണ്ട്. ബലി പെരുന്നാൾക്ക് ഭക്ഷണം കഴിക്കാതെ പോകൽ, നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള കാര്യം. അത് നമ്മൾ മനസ്സിലാക്കുക. ബലി പെരുന്നാൾ നിസ്കാരം ഏറ്റവും പെട്ടെന്നാക്കണം, അത് ഏറ്റവും ആദ്യത്തിലാക്കണം ബലി പെരുന്നാൾ നിസ്കാരം. എന്നിട്ട് എന്ത് ചെയ്യണം? ഉളുഹിയത്തിൻ്റെ കർമ്മങ്ങളിലേക്ക് കടക്കണമെന്നാണ്. ചെറിയ പെരുന്നാൾ നിസ്കാരം ഒന്ന് വൈകിപ്പിച്ചാലും കുഴപ്പമില്ല എന്നാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പിന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക? ദീർഘമായ വഴിയിലൂടെ നടന്നു തന്നെ പോവുക. അങ്ങോട്ട് നടന്നു പോവുക, ഇങ്ങോട്ട് വേറൊരു വഴിയിലൂടെ നടന്നു വരിക. അത് പ്രത്യേകം സുന്നത്തുണ്ട്. ഹബീബായ തങ്ങൾ കാണിച്ചു തന്നൊരു മാതൃകയാണ്. കാരണം ആ നടന്നു പോകുന്ന ആ ചവിട്ടടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമുക്ക് സാക്ഷിയായി നിൽക്കും നാളെ പടച്ച തമ്പുരാൻ്റെ പരലോകത്ത്. അപ്പോൾ വ്യത്യസ്തമായ വഴിയിലൂടെ പോവുക. അപ്പോൾ ആ വഴികളൊക്കെ നമുക്ക് എന്താവും? സാക്ഷിയായി നിൽക്കും. അതുപോലെ തന്നെ ആ പോകുന്ന വഴികളിലൊക്കെ മലക്കുകളുണ്ടാകും. മറ്റും കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ആ പോകുന്ന വഴിയിലൊക്കെ ആളുകൾക്ക് ഹബീബായ തങ്ങൾ വ്യത്യസ്തമായ വഴിയിലൂടെ പോകുമ്പോൾ വ്യത്യസ്തമായ ആളുകളെ കാണുകയും അവർക്കൊക്കെ സ്വതക്കകൾ നൽകുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന്. അപ്പോൾ വ്യത്യസ്തമായ വഴിയിലൂടെ പള്ളിയിലേക്ക് പോകാൻ ഒരു വഴി, വരാൻ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുക. അതും ദീർഘമായ വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം. പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ഒരുപാട് ദാനധർമ്മങ്ങൾ, പാവപ്പെട്ടവരെയൊക്കെ നമ്മൾ സഹായിക്കണം. ചെറിയ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യണം? ചെറിയ സ്വതക്കുകളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം. കുടുംബങ്ങളെ പോയി സന്ദർശിക്കണം. കുടുംബങ്ങളെ പോയി ആ കുടുംബ ബന്ധമൊക്കെ ചേർക്കണം. എന്താണ്? ഈദ് മുബാറക്ക് ആശംസ അർപ്പിക്കണം. പെരുന്നാൾ ആശംസ പറയണം. അത് പ്രത്യേക സുന്നത്തുണ്ട് പെരുന്നാളിൻ്റെ ആശംസ പറയൽ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്നതാണ് കിതാബുകൾ പറഞ്ഞ വചനം. അത് നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന വചനങ്ങളൊക്കെ ഉപയോഗിക്കാമെന്നുണ്ട്. ഈദ് മുബാറക്ക് എന്നുള്ള വചനമൊക്കെ എന്ത് ചെയ്യാം? ആശംസ അർപ്പിക്കാൻ വേണ്ടി, പെരുന്നാളിൻ്റെ ആശംസ പറയാൻ വേണ്ടി ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ ഈ സുന്നത്തുകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നിലനിർത്തണം. ഈ പെരുന്നാൾ ദിവസം നമ്മൾ ഈ സുന്നത്തുകളൊന്നും തിരസ്കരിച്ച് കളയരുത്, ഒഴിവാക്കി കളയരുത്. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ തങ്ങളെ തിരുസുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മയൊക്കെ അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.